Just good morning. Arya, good morning. Soumya, good morning. Fatimat, good morning. Sanila, good morning. Okay, let us start. Let us start. Okay, idea. Let us start. Okay, let's start. Very good, very good. Let us start. Yes. Okay, Soumya. Yes. Yes, just now. Just now. Yes, sir. How are you, yes, sir? Fine, sir. And you? Good. Yes, okay. Yes. So let me ask you one question. Do you believe in luck? Yes. Why? Why do you believe in luck? Why do you believe in luck? എന്തുകൊണ്ടാണ് ജസ്റ്റ് ലക്കിൽ വിശ്വസിക്കുന്നത് പറയാൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യകേട് കൊണ്ട് വലിയൊരു ചാൻസ് നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടോ ഒന്ന് ആലോചിക്കണം സാർ, ഞാൻ പറയാം. എന്തോ ഒന്ന് ആലോചിക്കണം, ഞാൻ പറയാം. ആലോചിച്ചോളൂ. ഓക്കെ. യെസ്, അപ്പൊ ജസ്റ്റ് ആലോചിച്ചോളൂ. ഓക്കെ, ആര്യ. Yes, sir. Do you believe in luck? Yes. Why do you believe? എന്തെങ്കിലും I need a job. Yes. Okay. Yes. Yes, sir. What do you mean, yes, sir? ഒരു മിനിറ്റ്. What is the reason that you are believing in luck? സാർ ഒരു മിനിറ്റ്. Yes. Yes. Okay. Ready out, really? Soumya. Sir. Okay. How are you, Soumya? Fine, sir. Very good. What is your favorite ice cream flavor? Vanilla, sir. Vanilla. Yes. So, are you good at cooking? Yes, I am very much interested in cooking, sir. Oh yes, very good. What is your favorite fast food? I think I like biryani very much. Oh, you like biryani very much. Do you enjoy gardening? No, sir. No. Yes, very good. What is your ideal way to relax? If you want to relax, what do you do? I pray, sir. You pray. Yes, I always pray. Yes, about praying is your ideal way to relax. Yes, sir. Oh, I believe in God, sir. Oh, okay.
So let me ask you one more question. What is the most useful app in your phone? Sir, can you tell me once more? What is the most useful app in your phone? I think that ഉപകാരപ്രദമെന്ന് തോന്നിയ ആപ്പ് ഏതാണ്? actually every app have merits and demerits. Yes. Anyway, I give more importance to Google. Google. Yes. Yes. Let me ask you one more question. What is your dream job? ഒരു സ്വപ്ന ജോലിയില്ലേ അതേതാണ്? Now I have a dream to get a very reputed job Yes. to become an administrator, hospital administrator, sir. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ സൗമ്യയോട് ഞാൻ ചോദിക്കാൻ പോകുന്ന അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. സൗമ്യ ഓക്കെ 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 യെസ് നോ പ്രോബ്ലം. യെസ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി ഗെറ്റ് റെഡി ആയാൽ മതി. അതായത് സൗമ്യയുടെ ജീവിതത്തില് വേണം ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ യുവർ ലൈഫ്. അതാണ് ഞാൻ സൗമ്യയോട് മാത്രമല്ല ചോദിക്കുന്നത്, ഓരോരുത്തരോട് ചോദിക്കുന്നത്. ഹാപ്പിയസ്റ്റ് മൂമെന്റ്, ദ ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള പ്രായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷകരമായ ഒരു സംഭവം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു നിമിഷം അതേതായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ മൈ ലൈഫ്. പറയാം, ദ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ മൈ ലൈഫ് ഈസ് വെൻ ഐ വാസ് എ കോളേജ് സ്റ്റുഡന്റ്, അല്ലെങ്കിൽ വെൻ ഐ റീച്ച് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ഹസ്ബൻഡ്സ് ഹൗസ്. അപ്പൊ അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറയാം, അല്ലെങ്കിൽ ദ പ്രോബ്ലം ദാറ്റ് ഐ ഫേസ്ഡ് ഇൻ മൈ ലൈഫ് and how I solved it. That was the happiest moment in my life. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു നിമിഷമോ സന്തോഷകരമായ ഒരു ഇൻസിഡന്റോ കാണും. അപ്പൊ റെഡി ആയിരിക്കും. Can I tell, sir? ഇപ്പൊ റെഡിയല്ല? ആരും റെഡി? Yes, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Sir, I think that you improved my English communication skills, sir. So I am very interested to speak in English. Very good, very good, very good. There will arise some grammar mistake. Anyway, I am very happy to speak English, sir. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. ഇപ്പൊ നമ്മളിവിടെ HRM ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ HRM ക്ലാസ്സിൽ നമ്മുടെ HA മുമ്പ് പഠിച്ചിരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ഉണ്ട്. അപ്പൊ അവർക്ക് HRM ഇംഗ്ലീഷ് വേറൊരു ടീച്ചറാണ്. അപ്പൊ ഇവര് ഇപ്പൊ അവിടെ ചെന്നിട്ട് HRM ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ തകർക്കുന്ന ഇംഗ്ലീഷിൽ. അപ്പൊ ടീച്ചർ ചോദിച്ചു, ഇതൊക്കെ ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടി? ഞാൻ ചാൾസ് ലോബേറ്റ് പോലും ഇത്രയും ധൈര്യം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവര് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോബ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു ധൈര്യമുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞങ്ങൾ തകർക്കണേന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ ആ ധൈര്യത്തിൽ അങ്ങോട്ട് പോകുന്ന സൗമ്യ. ഡോണ്ട് വറി. യെസ്. ഓക്കെ ഷാൻജോ. യെസ്. സൗമ്യ കണ്ടിന്യൂ. Okay, sir. അപ്പൊ ഓരോരുത്തരും ഷാൻജോ റെഡി ആയിക്കോളൂ, എല്ലാവരും റെഡി ആയിക്കോളൂ. വിഷയം ഞാൻ ഒന്നുകൂടി പറയുന്നത്, ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ഒരു വിഷയം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തിനെ കണ്ടുമുട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളുടെ നിലനിർത്തതായിരിക്കാം. യെസ്, ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ സൗമ്യ കണ്ടിന്യൂ. Okay, sir. I think that it was happening 2022, April 12th. I remember that date. Yes. Because I went to abroad. Yes. With my baby. Yes. To meet my husband. Yes. Because it was my first travel in aeroplane. Yes. So I have some many difficulty, amazement, confusion. How it fly, and I'm very afraid of that plane. Okay. We always saw the aeroplane go on our air.
Yes. People say, or our children say, Vimanam vannu. I remember that. Yes. I'm very, I give very thanks to my husband that he gave me an opportunity to play, opportunity to fly in aeroplane. Yes. I think that he loved me very much, and he saw our baby at the age of 2.5 years. Yes. So I saw Muscat is an Arab country, Oman. Yes. I like Yes. the country very much. I Yes. saw many places. I got many Arab friends. Yes. So it was a joyful life. It was a joyful moment in my Yes. life. Still, I remember Yes. that day. That's Okay. all, Okay. sir. Okay. സൗമ്യയുടെ വാക്കുകളുടെ ടോണിൽ നിന്ന് സൗമ്യ അനുഭവിച്ച സന്തോഷം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇറ്റ്. ഓക്കെ സൗമ്യ, അപ്പൊ സൗമ്യയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ സൗമ്യ വിദേശത്തേക്ക് പോയതാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഷീ വെന്റ് അബ്രോഡ് ടു മസ്കറ്റ് and the things and the places she saw in Muscat, that was the happiest moment in the life of Soumya. Okay, Ginny Joni, what is the happiest moment in your life? Ginny. ഞാൻ പറയാൻ വേണ്ടി നിർത്തുന്നില്ല, വീണ്ടും ഒന്ന് പറയേണ്ടത് ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ യുവർ ലൈഫ് പറയാട്ടോ. യെസ്, കുറച്ച് കഴിഞ്ഞ് പറയാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ പല പല ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഉള്ളതിന്റെ പേരിൽ അത് ഏത് സെലക്ട് ചെയ്യണമെന്ന് ജിനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ജിനി, ഓക്കെ ഓക്കെ ഓക്കെ, തിങ്ക് വെൽ. ഓക്കെ 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 ഓക്കെ, യെസ്. ഓക്കെ ജിനി, വെരി ഗുഡ് വെരി ഗുഡ്. സഫീറ, സഫീറ. സഫീറ കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പൊ സഫീറയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രണ്ടുപേര്. ഓക്കെ ഓക്കെ. അപ്പൊ സഫീറ ആൻഡ് ജിനി ഈസ് പ്രിപ്പയർഡ്. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം ലേഖ. ലേഖ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലേഖ. ലേഖ. അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഞാൻ പറയട്ടെ പറഞ്ഞ്. യെസ്. അപ്പൊ നമുക്ക് അഭിജിത്തിന് കൊടുക്കാം, കാരണം അഭിജിത്തിന് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അഭിജിത്ത് ഒന്ന് റെഡി ആയിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം അഭിജിത്തിന് പറയാൻ പറ്റിയില്ല. യെസ്, അപ്പൊ ഈ പ്രാവശ്യം ആ ഒരു കുറവ് നമുക്കൊന്ന് പരിഹരിക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ ലേഖ, പറഞ്ഞോളൂ. നജിമ, ഫാത്തിമ റെഡി ആയിക്കോളൂ. ഓക്കെ ലേഖ. Hello, sir. Yes, പറഞ്ഞോളൂ ലേഖ. What is the happiest moment in your life? Or the happiest incident in your life? My life's happiest moment is my drive. I drive in scooty. Yes. You driving your scooty, that was the happiest moment in your life. Yes, sir. Yes, okay, 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 okay. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ആവാൻ കാരണം? അപ്പൊ അതിനൊരു കാരണം. My ambition was to driving. My ambition was to become a driver. Okay. Become a driver. Then first my wedding, then I നമുക്ക് എന്താണ് സ്കൂട്ടി വാങ്ങാനുള്ളൊരു ഇത് ഇല്ലായിരുന്നു, ഡ്രൈവിംഗ് പഠിക്കാനുള്ളതും പറ്റില്ലായിരുന്നു. ആ ഒരു ഇത് ഇങ്ങനെ പറയുന്നത്. സ്കൂട്ടി വാങ്ങി സ്കൂട്ടി ഓടിച്ചു അല്ലേ? ഓക്കെ. ഇപ്പൊ ഏതൊക്കെ ടൈപ്പുള്ള ലൈസൻസ് കയ്യിലുണ്ട്? സ്കൂട്ടിയുടെ മാത്രമുള്ളോ? ഇല്ല, സ്കൂട്ടി ഉണ്ട്. ഐ ഓൾസോ ഷോപ്പ് ആൻഡ് ടൈലറിംഗ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നു ബാലൻസ് അല്ലേ? ഹെവി ലൈസൻസ്. ഓക്കെ, 4-wheeler license I get it.
കിട്ടി അല്ലേ? Yes, sir. അപ്പൊ 2 വീലർ ഉണ്ട്, 4 വീലർ ഉണ്ട്. ഇനി അടുത്ത് Okay. വേണ്ടത് ടിവിയാണ് വേണ്ടത്. യെസ്, Okay. Yes, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇതിലേക്ക് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. കാരണം ടാറ്റയോ ബിർളയോ അംബാനിയോ 100 കോടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും താഴെയുള്ള വ്യക്തി 100 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും സെയിം ആണ്. yes. 100 കോടിയാണ് വേണ്ടത്, ഒരു കൊച്ചു രൂപയാണ് വേണ്ടത്. രണ്ടുപേരുടെയും കഷ്ടപ്പാട്, ദുഃഖം, ഷോർട്ടേജ് സെയിം ആണ്. Okay. കാരണം ഞാനും ഇതേപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത നമ്മൾ പറയുന്നത്, the wants of a man and the waves at the sea never end. കടലിലെ ഓളവും കരളിലെ മോഹവും ഒരിക്കലും അവസാനിക്കില്ല. അല്ലാതെ പാടുന്ന പാട്ടിലെ വരികളാണ്. The wants of a man and the waves at the sea never end. ഒരിക്കലും അവസാനിക്കില്ല. അപ്പോ ഒരാഗ്രഹം കഴിയും മുമ്പേ മറ്റൊരാഗ്രഹം വരും. അപ്പൊ അത് മാറിക്കൊണ്ടേയിരിക്കും. യെസ്, ഓക്കെ Yes, sir. Okay, thank you, sir. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഈ അടുത്തവരാണ്. അപ്പൊ ലേഖ പറഞ്ഞു ലേഖയ്ക്ക് ഒരു സ്കൂട്ടി വാങ്ങാൻ പറ്റിയതും അത് ആദ്യമായി ഓടിച്ച സമയത്ത് കിട്ടിയ സന്തോഷം. യെസ്, that was the happiest moment in the life of ലേഖ. യെസ്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ സന്തോഷകരമായ സന്ദർഭം? മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ല, പക്ഷെ നമുക്കത് സന്തോഷകരമായിരുന്നു. തസ്ലീം, തസ്ലീം Okay, sir. പറഞ്ഞോളൂ തസ്ലീം. തസ്ലിയുടെ ജീവിതത്തിലെ the happiest incident in your life? Life is a long journey. We see happy and sad moments. Yeah, Sometimes happy moments are come in my life. Yes. Thanks for God. I believe in God. Yes. But do you remember any such a moment in your life? Many moments. Example, birth of child. What moment? Birth of child. Wedding. Only one moment that you can share now. 6 months ago, when I go to Kashmir, one of my dream. Yes. When 6 months ago, I went to Kashmir. It is my dream project. Yes. Then there is a project. Oh, yes, yes. അതൊരു കഥാപാത്രം പറയണ പോലെ, ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഒരു പ്ലേയിലോ പറയണ പോലെ ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ഇങ്ങനെ കയറി വരികയാണ്. ഇത് ആഗ്രഹിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ രസകരമായിട്ട് പറഞ്ഞു വരാം ഇൻസിഡന്റ്. ഓക്കെ, ഞാനത് മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ അവിടെ ചെന്നപ്പോഴോ കാര്യങ്ങൾ പറഞ്ഞോളൂ. Very target. I don't know how to explain that moment. Yes. Very happy moments are come and sad. Yes. Sometimes I cry. The traveling journey of Kashmir. Very. ബുദ്ധിമുട്ടുള്ളതാ? Yes. Difficult and tedious. Okay. And then reach to Kashmir. I am very happy to see the place. Many mountains. Yes. That filled with ice. Yes. Then the food very 5-star hotels are okay. Then good food, but the street foods are very dirty. Yes. കുറെ പറയുന്നുണ്ട് സാറേ, പക്ഷേ Okay. How long you were the 15 days. 15 days. Okay. Then I go to Taj Mahal, Agra. Yes. Okay. Yes. അപ്പോ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ that is Kashmir. Yes. It is on earth. Yes. That is Kashmir എന്നാണ് പറയുന്നത്. Okay. Yes. അപ്പൊ തസ്ലീം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ
ഒരുപക്ഷെ വേറെയും കുറച്ച് പേർക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാവും ഞാൻ പോകും ഒരിക്കൽ എവിടെ കാശ്മീരിലെത്തും, എന്നിട്ട് ഞാനും പറയും യെസ്, അങ്ങനെ യാത്രകളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ ദസ്തി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. ഓക്കെ, അഭിജിത്ത് ബേബി, അഭിജിത്ത് ബേബി. യെസ്, സഫീറ റെഡി ആയോ? ആർ യു റെഡി? സഫീറ, സഫീറ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു, ജസ്റ്റ് പറയുന്നുണ്ട്. സൗമ്യ പറയുന്നുണ്ട്, സൗമ്യയുടെയും ആഗ്രഹം വിസിറ്റ് കാശ്മീർ സന്ദർശിക്കണമെന്നുള്ളതാണ്. ഓക്കെ 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 ഓക്കെ, ജസ്റ്റ് പറഞ്ഞോളൂ, ജസ്റ്റ് പറഞ്ഞോളൂ, ജസ്റ്റ് ധൈര്യ സമയത്ത് മുന്നോട്ട് വരിക. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ദ ലൈഫ് ഓഫ് ജസ്ന ജെസ്സി. ഓക്കെ. The happiest moment in my life is the birth of my one and only child. Yes, very good, very good. I can understand it. Okay. The first നമ്മുടെ കുട്ടിയെ സീനുണ്ട്. A proud and painful experience that Yes. at that time. Yes. Okay, 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 okay. I can understand it. കാരണം ആ പുറത്തേക്ക് വരുന്നതിന് തൊട്ടും അതായത് ഈ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിച്ചത് അവരുടെ മുഖം കാണുന്നതിന് മുമ്പേ സ്നേഹിച്ചു തുടങ്ങിയത്, ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയ ആൾക്കാരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ടാണ് അവര് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ വൈകിട്ടാവുന്നത്. ഈവൻ ബിഫോർ ബർത്ത് വി സ്റ്റാർട്ടഡ് ടു ലവ്. അച്ഛനായാലും അമ്മയായാലും നമ്മൾ അതിനെ മുമ്പേ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അതിനെ മുമ്പേ സ്നേഹിക്കുകയും പിന്നീട് അതിന്റെ മുഖം ആദ്യമായിട്ട് കാണുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, that I can experience it. Yes. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാനൊരു കുട്ടിയോട് വീട്ടിൽ വെച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ അവനിങ്ങനെ സോക്സ് ഇട്ട് ഷൂ ഇട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇടാണ്ട് പോയാ പോലെ എന്ന് ചോദിച്ചു. അപ്പോ ആ പയ്യപ്പോ അതൊരു മറുപടി രസകരമായി. വൈകുന്നേരം ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ അഴിച്ച് കിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖമില്ല, അത് രസമാണ്. അപ്പൊ അത്രയും നേരം ഇട്ടിട്ട് ഒരു വൈകുന്നേരം ഇതൊക്കെ അഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് കണ്ടിന്യൂ. The moment my baby was born, a teeny perfect being. Yes. And it beginning of new chapter in my life. Very good, very good. Correct, correct. Yes, yes. And that chapter will fulfilled in joy. Yes. And many irritation. Yes. Challenges of motherhood. Yes. Motherhood. Then your designation changed from wife to mother. Okay. Yes. Okay. Okay. Now you enter that position. Okay. Yes. Yes. I realized that is the best ever happiness in my life. Okay, okay, okay. That is the best ever. So let me ask you one more question. What is your dream about your child? അവരെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ ജീവിക്കാം. എന്തായാലും ഫ്രീഡം ഇല്ലാണ്ടൊന്നുമില്ല. അവരെ ഫ്രീഡം അവരെ കയ്യിലാണ്. നല്ലപോലെ ജീവിക്കാം. ഇപ്പൊ എത്ര വയസ്സായി കുട്ടിക്ക്? 2.5. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. ജസ്റ്റ് പറഞ്ഞപ്പോഴും ലേഖ പറഞ്ഞപ്പോഴും തസ്തി പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ആ ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഈ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ കുറച്ചു നാള് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തൊക്കെ ആദിവാസി മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് പ്രസവിച്ച പെൺകുട്ടി പിറ്റേ ദിവസം അത് ഈറ്റവിട്ടാൻ പോകും. ഇന്ന് പ്രസവിച്ചാൽ അത് ആ കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് അവിടെ ഈറ്റവിടണുണ്ടോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യും? പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് ആ കൊന്നും മലയും കയറി അങ്ങനെ പോകും. അപ്പൊ ആ പെണ്ണിന്റെ ഭർത്ത്
അതെ. ഓക്കെ ജസ്ന. അപ്പൊ അത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയുടെ ഭർത്താവിനോട് ചോദിച്ചു, എടാ നിന്റെ വൈഫ് ഇതെല്ലാം പ്രസവിച്ചതല്ലേ, പിന്നെ നീ അതിനെന്താ സാറേ എന്ന് പറയുന്നില്ല. അത് ഈറ്റോട്ടാൻ പോയിങ്ങനെ ഗ്രൂപ്പായിട്ട്. യെസ്, നമ്മുടെ നാട്ടില് ഇതില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. യെസ്, ഓക്കെ ഓക്കെ ജസ്റ്റ് ഓക്കെ. ഇനി അടുത്തതാരാണ്? ഹു ഈസ് ടെല്ലിംഗ് യു ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? യെസ്, ആരും വരാത്തോണ്ട് ജസ്റ്റ് പറഞ്ഞാണ്. ഇവിടെയാണെങ്കിൽ 40 ദിവസം മനകാതെ കിടക്കണം. യെസ്, ഓക്കെ 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 യെസ്. അവിടെ ആളുകൾ പരിപാടികളൊന്നുമില്ല. യെസ്. പിന്നെ ഇവരുടെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഓക്കെ സഫീറ, ഞാൻ വരാം. ഇവരുടെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ ഒരു നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വാഹനം വരും. ആഴ്ചയിൽ 7 ദിവസം വരും. ആഴ്ചയിൽ 7 ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുളികകൾ കൊടുത്തുകൊണ്ട് പോകും, എല്ലാ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അതിനകത്തൊരു ഡോക്ടറുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ നേഴ്സ് ഡോക്ടറാണ്. അപ്പൊ അവര് അത്യാവശ്യം പരിശോധിച്ചിട്ട് ഗുളികകളൊക്കെ കൊടുത്തു. ആഴ്ചയിൽ 1 ദിവസം വരും. അപ്പൊ രോഗമുള്ളവരൊക്കെ ആ നേരമാകുമ്പോ ആ റോഡിൽ വന്ന് നിൽക്കും. അപ്പൊ ആ വണ്ടിയുടെ അകത്തേക്ക് ഇരുന്ന് ഡോക്ടർ ഒരു വാനാണ് പരിശോധിച്ച് മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ രാവിലെ കഴിക്കാനുള്ള ഗുളിക ഉണ്ടാവും, ഉച്ചക്ക് കഴിക്കാനുള്ള ഗുളിക ഉണ്ടാവും, വൈകുന്നേരം കഴിക്കാനുള്ള ഗുളിക ഉണ്ടാവും ഭക്ഷണത്തിന് ശേഷം. അപ്പൊ ഇവര് കഴിക്കുന്നത് വെച്ചാല് എല്ലാരും കൂടി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഒരു പൊതി എടുക്കും. ആ പൊതിയിലുള്ള ഗുളിക രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും കഴിച്ചെടുത്ത് നിൽക്കും. പിന്നെ അടുത്തൊരു പൊതി എടുക്കും, അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ച് അത് നിൽക്കും. അങ്ങനെ അങ്ങനെ ഇതങ്ങോട്ട് തീർത്തങ്ങോട്ട് പോകും. അപ്പൊ ആദിവാസി വിഭാഗത്തിൽ തന്നെ 70ഓളം വരുന്ന വിഭാഗങ്ങളുണ്ട്. അതില് തീരെ നിരക്ഷരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ആളുകളുടെ ജീവിത രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. ഓക്കെ സഫീറ പറഞ്ഞോളൂ. സാർ പറയട്ടെ. പറഞ്ഞോളൂ. In my life, most memorable moment is my marriage. Yes, very good, very good. അവിടെ ഗിവിംഗ് ബർത്ത് ആണ്, ഇവിടെ മാരേജ് ആണ്. ഓക്കെ 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 വെരി ഗുഡ്. Because I am a single child. Yes. I always wanted a brother. Yes. I never felt that sadness after my husband came after my marriage. Yes. He is my crime partner. Yes. Like a brother-sister combo. Yes, very good, very good. He will take care of me like a brother, even if it means meeting me up. Yes. When I was young, I felt very sad. Yes. When I saw other children. Yeah. Today I am very happy because Yes. my husband. Yes. He's my lucky. Yes. Sure. Very good, very good. Okay, Safira, I understand your feelings and emotions. I understand your emotions. Very good, very good, very good. To have to get an ideal partner in life, that is like, yes, ഞാൻ വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന ബാലചന്ദ്രമേനോൻ അഭിനയിച്ച പഴയകാല ഒരു സിനിമയുണ്ട്. ആ സിനിമയില് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ സിനിമയിലാണ് ജയറാമിന്റെ ഭാര്യയായിട്ടുള്ള പാർവതി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. യെസ്. അപ്പോ ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്, ലോകത്ത് ഒരു സ്ത്രീക്കും അവളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പുരുഷനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടില്ല. ലോകത്ത് ഒരു പുരുഷനും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടില്ല. പിന്നെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? ഇറ്റ് ഈസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ്. യെസ്. അതല്ല ഞാൻ സിനിമയുടെ പേര് ഞാൻ പറയാം. കുറിപ്പിലെ കണക്ക് പുസ്തകം തന്നെ ഓർമ്മ, വിവാഹിതരെ ഇതിലെ എന്നാണ് എന്റെ ഓർമ്മട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ്. പക്ഷെ ആ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു
സംഗതി ചില സംഗതികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ മനസ്സിലേക്ക് നിൽക്കും. ആ സംഭാഷണമില്ലേ അതെന്റെ മനസ്സിൽ നിൽക്കും. പല ആളുകൾക്കും പല രീതിയാണ് അല്ലേ. ചില ആളുകൾക്ക് വാഹനത്തിന്റെ നമ്പർ ഒറ്റ പ്രാവശ്യം അതൊന്ന് വായിച്ചാൽ മതി, ക്ലീൻ ആയിട്ട് അതിന്റെ മനസ്സിലുണ്ടാകും. 2 or 3 വർഷം കഴിഞ്ഞാൽ പറയും ഇന്നത്. ചില ആളുകളെ കണ്ടാൽ മതി, അത് എവിടെ വെച്ച് കണ്ടു എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോ അവിടെയൊക്കെ ഞാൻ പരാജയപ്പെടും. പക്ഷെ ചില സംഭാഷണങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട് നിലവിൽ. അപ്പൊ ഈ സംഗതി അദ്ദേഹപ്പെട്ടതാണ്. യെസ്, ഓക്കെ. യെസ്. അതൊക്കെ ശരിയാണ്. ഈ ബ്രദറും സിസ്റ്ററും തമ്മിൽ തല്ലുപിടിക്കും, ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ആ ഒരു വേർപിരിയുക എന്ന് പറയുന്ന ഒരു മൊമെന്റ് വരുമ്പോ അതറിയാണ്ട് സംഭവിച്ചു പോകും. യെസ്, ഓക്കെ. ഈ പൊതുവെ ആണുങ്ങൾ കരച്ചിൽ ചിലപ്പോൾ കുറവാണ്. കരയുന്നത് ആരാണ്? സ്ത്രീകളാണ്. അപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കരഞ്ഞു തീർക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, ചാൻസ് വളരെ കുറവാണ്. പുരുഷന് എങ്ങനെയാണ്? ആണുങ്ങൾക്ക് അറിയില്ല അല്ലേ. അപ്പൊ എന്തൊരു there is a chance ഹാർട്ട് ഫെയിലിയറിനുള്ള ചാൻസ് പുരുഷന് സ്ത്രീകളെക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ. നമ്മളെ പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടമാണ് സ്നേഹമാണ് പറയുന്നതിലല്ല, ചില കാര്യങ്ങൾ വി എക്സ്പീരിയൻസ് ഇറ്റ്, നമുക്ക് അത് ബോധ്യപ്പെടും. അത് പറയുന്നതിലല്ല. എനിക്കിതിന് ഇഷ്ടമാണ്, ഞാൻ നിന്റെ കൂടെ അങ്ങനെ പറയും. അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റും. ജീവിതം കൊണ്ട് നമുക്കത് പറയുന്നതിലല്ല, വാക്കുകൾക്ക് അപ്പുറത്ത് പല കാര്യങ്ങളില്ലേ. അത് നമുക്ക് പല ആളുകളുടെയും ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ആ ഒരു കരുതൽ എന്ന് പറയും. ടേക്ക് കെയർ, ഒരു കരുതൽ. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, ഓക്കെ. ഇത് ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം MT ക്ലാസ് ഒരു ദിവസം അവസാനിക്കുന്ന ക്ലാസ്സിൽ ഞാനിങ്ങനെ ലാസ്റ്റ് ദിവസം പറഞ്ഞു, ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവർക്ക് വിട്ടുകൊടുത്തു. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്. ഒരു കുട്ടി, ആ കുട്ടിയുണ്ടല്ല കറക്റ്റ് ആയിട്ട് ഞാൻ ചില കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് അതൊരു കരുതലിന്റെ ഭാഗമാണ്. അത് അക്കമിട്ട് ആ കൊച്ചങ്ങോട് പറഞ്ഞു, സാറിന് ഞങ്ങളോടുള്ള കരുതല് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങളുടെ കുട്ടികളായിട്ടല്ല കണ്ടത്, അതൊക്കെ കണ്ടത്. കാരണം അവര് വെൽ തോട്ട്, കറക്റ്റ് ആയിട്ട് ചിന്തിച്ച് ക്ലീൻ ആണത്. യെസ്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പറയുന്നതല്ല 1000 വേർഡ്സ് എഴുതിനേക്കാന്നുള്ള ചിലപ്പോൾ നമ്മുടെ ആക്ഷൻ. യെസ്, ഓക്കെ. അത് MT വാസുദേവൻ ഹരിഹരനൊക്കെ ചെയ്യുന്ന ചില സിനിമകളിൽ ചിലപ്പോൾ ഒരു നോട്ടം അതിൻ്റെ അകത്ത് അറിയാം അത് ഇഷ്ടമാണ് എന്ന്, അല്ലെങ്കിൽ ഇഷ്ടക്കേടാണ്. ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട്, ഒരു ലുക്ക് കൊണ്ട്, ഒരു ചേഷ്ട കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. യെസ്, ഓക്കെ. അങ്ങനെയുള്ള പല സീനുകൾ വടക്കൻ വീരരാധ എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. യെസ്, നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. യെസ്, ഈ ആരാണ് പറയുന്നത്? ഹു ഈസ് ടെല്ലിംഗ് യു ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? നജ്മ നവാസ്. നജ്മ, ഫാത്തിമത്തെ അത് കഴിയുമ്പോൾ ഫാത്തിമത്തിലേക്ക് വരാട്ടോ. നജ്മ നവാസ്. യെസ്, നജ്മയില്ല. സനീല നേരത്തെ പറയാൻ പറഞ്ഞില്ലേ? സനീല എന്നാ പറഞ്ഞോളൂ സനീല. Hello. പറഞ്ഞോളൂ സനീല, പറഞ്ഞോളൂ. കണ്ടിന്യൂ. Happiest moment in my life happened in 2021 November. It was my first flight travel to Abu Dhabi. My flight was from Tiruvandura Airport. I was very much afraid of traveling alone. I cannot forget that moment. I cannot forget that moment. Due to Corona, we were allowed to travel only after the Corona test in the airport. It took almost more than 11 hours to reach the Abu Dhabi airport. I was very much tired, hungry, and with a heavy headache. My husband also waited me for so many time. When I saw him, I was very happy. My first flight travel is very memorable for me.
ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സനിലാണ് ക്ലാസ്സിലെ ടോപ്പർ എന്ന് പറയുന്നു. യെസ്, അപ്പൊ സനിലക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ സനില, ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി ആരാണ് നേരത്തെ പറഞ്ഞ ഒരാൾ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിരുന്നല്ലോ? ഗെറ്റ് റെഡി. ജിനി ജോണി. ജിനി ജോണി. യെസ് പറഞ്ഞോളൂ. ജിനി ജോണി ഉണ്ടായിരിക്കുന്നു അല്ലേ? ആ മണിക്കൂർ അങ്ങനെ മോർണിംഗ് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പേര് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. യെസ്, ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ജിനി. Two things bring me the most joy in my life. First one is September 27, 2012. Yes. The child was born in 6th month. Yes. The weight is 950 gram. Yes. Oh. But the doctor said that the chances of having a baby were low. But I prayed God. Yes. I wanted this baby. Then God gave me the baby in a good way, without any problems. Yes. Now my daughter is studying in the 8th grade. She is smart and has good academic skill. Brilliant. Okay. Then my second one is my husband just got a good job. Yes. And he stopped drinking. Yes. Okay. 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 Then I am enjoying my life a lot now. I have a good life now and I have the cash to do everything. Yes. The biggest joy in my life right now is that my husband is coming next month and we are buying a new property. Yes. Okay, sir. Thank you. Very good, very good. Okay, Jini, very good, very good, very good. May God bless you and your family. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞങ്ങളുടെ നാട്ടിലെ വളരെ മദ്യപാനിയും തല്ലുകൊള്ളിയും കുടിയുമായിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്ത്. അപ്പോ ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, അപ്പൊ ആ പെൺകുട്ടി ഇനി എന്തെല്ലാം സഹിക്കണം, ഇങ്ങനെ നല്ല മനുഷ്യനല്ല, അപ്പൊ അതിന്റെ പേര് അത് ജീവിതം പോയി. പക്ഷെ സംഭവിച്ചതല്ല തിരിച്ച. അതോടുകൂടി ആ പയ്യൻ നന്നായി, ഡീസന്റായി, മദ്യപാനം നിർത്തി, മറ്റു തല്ലുകൊള്ളിത്തരങ്ങളൊക്കെ നിർത്തി, ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. വളരെയധികം ചേഞ്ച്. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാപ്പൻ. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഈ നിങ്ങളെ അത് സ്ത്രീകൾ ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. അത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ശക്തി. അപ്പൊ ഈ ആന പോകുമ്പോ ആനയ്ക്ക് അറിയില്ല ഈ അരച്ചാണുള്ള ഈ മനുഷ്യൻ, ഞാനൊന്ന് തുമ്പിക്കൈ വലിച്ചൊരു അടി അടിച്ചാൽ പിന്നെ എന്റെയാണ് പവർ. പക്ഷെ ആ അദ്ദേഹത്തിന് ഭയപ്പെടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വളരെ കഴിവുള്ള, കരുതലുള്ള, ശക്തിയുള്ള, പലതിനെയും ശരിയാക്കാനുള്ള കഴിവുള്ള ആളുകളാണ്. ഓക്കെ ഓക്കെ. നല്ല ആളുകൾ ജീവിതത്തിൽ വരുമ്പോ ഓക്കെ ഓക്കെ, അത് ശരിയാണ്, അത് ശരിയാണ്. ഓക്കെ 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 ഓക്കെ. അത് നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ അത് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഇതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ കുറിച്ച് വെക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി വെച്ചിട്ട് സിനിമയുടെ കഥ പോലെ ആക്കാം. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചാൻസ് പറയുകയാണെങ്കിൽ ഇതൊക്കെ കൂടി നമുക്ക് ഒരു ടെലിഫിലിം ആയിട്ടെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. കേട്ട ജിനി, ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം അത് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതായിരിക്കും എന്ന് ചിന്തിക്കുന്ന അടുത്തത് ടെസ്റ്റ് കൊടുക്കുക. അത് അങ്ങനെ ആകരുത്. അപ്പോഴാണ് ആളുകൾക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. യെസ്, ഇങ്ങനത്തെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് ഒരാളെ കലാകാരനും കലാകാരിയും ഒക്കെ എഴുത്തുകാരനൊക്കെ ആയിരിക്കും മാറ്റുന്നത്. യെസ്, മതി, ഡോണ്ട് വറി, മാറ്റം വന്നല്ലോ. ഓക്കെ ജിനി, ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പോ ഇനി നമുക്ക് ഫാത്തിമത്തിനുണ്ടാവും സന്തോഷകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാം. ഫാത്തിമത്ത്. യെസ്, ഫാത്തിമത്തിനെ കാണുന്നില്ല. യെസ്, ഇനി വേറെ ആരെങ്കിലും?
The happiest moment in your life. നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള സാൻജോയ്സ്. Sir, hello. Sanjo, the happiest moment in your life. Yes, for you. Sir, for me, my college life was a very special moment in my life. Oh, yes. Then I walked to college in front of Alfonso Girls Only College, and there are only in my college cafeteria. There is a street food called cream bun. Tastes like mouth watering till now. Yes. I remember my brotherhood, my jokes, and I remember there is a best friend I met, and he's also with me till now, and I Yes. think he's a valuable, precious person for me till now and ever. Yes. Oh, yes. Okay. Very good. Oh, that is the happiest moment in your life. Yes. Okay. Sanjo, very good. Okay. Shobana case. Shobana. ഇല്ലാതുകൊണ്ട് സ്മിത സജിത്ത്. സ്മിത. സാർ ഞാൻ ഇടയ്ക്ക് ജോയിൻ ചെയ്തതേ ഉള്ളൂ, എനിക്കൊന്നും അങ്ങോട്ട് സംഭവം പിടിക്കില്ലേ? കുറച്ചായിരുന്നു. സന്തോഷകരമായ ഒരു സംഭവം പറയാം, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സന്തോഷം തോന്നിയെടുക്കുന്നു ഒരു സംഭവം, അതൊന്നും ഇംഗ്ലീഷിൽ പറയാം, അതേ ഉള്ളൂ. The happiest moment in my life, അല്ലെങ്കിൽ the happiest incident in my life. ഇവിടെ ആദ്യമായിട്ട് കുട്ടി ജനിച്ചത്, വിവാഹം കഴിഞ്ഞത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാശ്മീരിൽ പോയത്, സ്കൂട്ടി ആദ്യമായിട്ട് ഓടിച്ചപ്പോ കിട്ടിയ സന്തോഷം. സാർ കുറച്ചു നേരം കൂടെ. Okay, very good, no problem. Yes, നജുമനെ കിട്ടിയില്ല, എന്നോടൊപ്പം തന്നെ ഫാത്തിമത്തിനെ കിട്ടിയില്ലല്ലോ. ഫാത്തിമത്തിന് കറക്റ്റ് ആയിട്ട് വരുന്നതായിരുന്നല്ലോ. ഫാത്തിമ. യെസ്. അമീന സിദ്ദിഖ്. അമീന. യെസ്, നോ പ്രോബ്ലം. അപ്പോ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ വളരെ വശമായി പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും യുവർ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷത്തെ കുറിച്ച് പറയാം. അപ്പൊ ഇന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായിട്ടൊരു സംഗതി തോന്നിയത് തന്നെ ഞാൻ പറയാം. മുമ്പത്തെക്കാളും നിങ്ങൾ മെച്ചപ്പെടും. മുമ്പ് പറയാനായിട്ട് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ആ ഒരു ധൈര്യക്കുറവ് നിങ്ങൾക്ക് കാണുന്നില്ല. പകരം കുഴപ്പമില്ല, പറയാം, ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പറയാം എന്നുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ്. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കുറച്ചു പേർക്ക് നന്നായിട്ട് അത് വ്യത്യാസം വന്നിട്ടുണ്ട്, പറയാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാനിനി ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ. യെസ്, ഹാപ്പിയസ്റ്റ് മൂമെന്റ് അല്ലേ? ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴൊന്നും അല്ല, അത് വർഷങ്ങൾക്ക് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൂമെന്റ് ഞാൻ പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം എവിടെ പോവുകയാണ്, ഒരു ടൂർ പോവുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തേക്ക് പോയി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് കുട്ടികളെ, അപ്പൊ ഞാനുണ്ട്, അധ്യാപകനായിട്ട് കൂടിയുണ്ട്. അപ്പൊ കുട്ടികളെ കൊണ്ട് വെള്ളത്തിലൊക്കെ ചാടിയിറങ്ങുന്നു. അപ്പൊ അതിരപ്പള്ളിയിൽ നിന്ന് yes okay, so we traveled from Adinapalli to Vazhachal. On the way there was a shooting. The film was
the main actor was, I think it is Midhun Chakravarti. He is acting one action film. So together, all the students and I stood there and watched the shooting. So now you understand that at present shooting is common. We will not listen it. But what I am telling is nearly 30 years back. Nearly 30 years back. So we were watching this shooting. It was late in the evening. Then we came back. So I was very fond of this shooting. Then I thought in my mind, suppose that I get a work or government job here, I can easily watch the shooting every day. And I must be വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ the first appointment എനിക്ക് കിട്ടുന്നത് അതേ സ്ഥലത്താണ്. പിന്നീട് ഞാൻ അവിടെ ആ ഷൂട്ടിംഗ് കാണാനായിട്ട് അധികാരത്തോടു കൂടി നിന്ന് കഴിച്ചപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. When I was a tutor in a Parallel college, so I just came there and I thought of getting a job, a government job there. The same place, the same posting. So that was my first appointment order. So I have got 4 appointment orders government sector. So that was first. So ഇത് എൻ്റെ ജീവിതത്തിലെ the unforgettable incident in my life. അതെന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സംഭവമാണ്. Again, അത് കൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ when I was in the 10th standard, I was only an average student. I was not above average student. After getting SSLC examination, I was in great fear. What to do next? Great fear. So when I joined the college, one of my professors, his name is VP George, and he helped me a lot in studying English, how to speak English, how to learn English. That's from him that I learned everything. So my incident to meet that Professor VP George, that is also the happiest moment in my life. Okay. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ all these are the things that we experienced in my life. Okay. അപ്പൊ നിങ്ങൾ ചില സമയത്ത് വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും. Don't worry, be happy. Okay. അപ്പൊ ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അന്ന് A+ ഉണ്ടായിരുന്നില്ല. അന്ന് A+ന് പകരം വേറെ രീതിയായിരുന്നു. അതായത് 360 മാർക്ക്, അന്ന് 600-ലാണ് പരീക്ഷ. 360 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്, 420 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ, 400-ന്റെ മുകളിൽ വന്ന് ഡിസ്റ്റിങ്ഷൻ. അതങ്ങനെയാണ് ടോട്ടൽ. സെക്കൻഡ് ക്ലാസ് 300 മാർക്ക്, അങ്ങനെയായിരുന്നു. യെസ് ഓക്കെ. അതായിരുന്നു അന്നത്തെ റേഞ്ച്. പിന്നെ അന്ന് ഇതേപോലെ എല്ലാവരും പാസ്സാവില്ല. ഒരു 36% അല്ലെങ്കിൽ ഒരു 40% പാസ് ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെടും. അവർ അടുത്ത പ്രാവശ്യം പരീക്ഷ വന്ന് എഴുതും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ മാർക്ക് രേഖപ്പെടുത്തുന്നില്ല, കാരണം നമുക്ക് 10 മിനിറ്റ് ഉള്ളൂ. യെസ്, fill in the blanks ആണ്. A flower before it opens dash. A flower bud. Very is the correct answer. Very good. Bud. Yes. Okay. Yes, bud. Okay, Safira, Gini, correct. അടുത്തത് A large ox. A large ox. OX. A large. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ ബി ആണ്. സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ഫസ്റ്റ് ലെറ്റർ ഇസ് ബി. നെക്സ്റ്റ് okay. Next letter is U. BU. A large ox. 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 Bullock അല്ല, ox ആണ്.
Fox. Yes. Okay. 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 Now this answer I don't so yes. Next is a glass globe that produces light. A glass globe that produces light. Okay, Soumya, is a correct answer. It is bulb. Okay. It's a correct answer. Yes. അടുത്തത് a male cow. A male cow. Cow, C-O-W, cow, പശു. A male cow. Yes. ഇതായിരുന്നു ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ആൻസർ. ഇവിടെ നമുക്ക് വേണ്ടത് ബുള്ളാണ്. യെസ്. ഓക്കെ. സനീല കറക്റ്റ്. നെക്സ്റ്റ് baby rabbit. The young ones of rabbit. Baby rabbit. ഇല്ല. Okay, Soumya, correct answer. Bunny. B-U-N-N-Y. Baby rabbit. Bunny. Yes. അടുത്തത് the center of a target. The center of a target. നമ്മൾ കണ്ടതാണ് റൗണ്ട് ചെയ്ത് വരച്ചിട്ട് ഏറ്റവും നടുക്കുള്ള റൗണ്ടിന്റെ ഉള്ളിൽ ഒരു അതിന്റെ പേര് പറയും. ബഫർ സോൺ എന്നൊക്കെ പറയണ പോലെ അതിന്റെ അതൊരു പേര് പറയും. ആ ഒരു സെന്റർ ടാർഗറ്റിന്. The center of a target. Yes. അതിന്റെ പേരാണ് bullseye. Bull, B-U-L-L, bullseye. Okay, Safira, correct. Bullseye. Yes. Next question. The fast symbol. The fast food with beef or meat in between a bun. Correct. Burger is a correct answer. Okay. Ginny, Safira, Jasna, Soumya, Sanjo is a correct answer. It's a burger. Yes, Sanila, okay. Yes. The next question, that is very simple one. A vehicle that carries passengers. Okay, Soumya, Safira, Tasni, Jasna, Sanjo, Sanila, Amira, Siti, Amila, Richello, Ginny, Johnny. Yes, correct. That is called bus. Yes. Next question. A chief, C-H-I-E, chief, male servant in a private house. A chief male servant in a private house. Okay, Soumya, correct. Shabana, okay, spelling is modified. That is what is called butler. Okay. Yes, okay, Amelia, correct. So, I come to the last question. A tiny insect. BU ആണ് BU. ബട്ടർഫ്ലൈ അല്ല ഉദ്ദേശിച്ചത്. വേറെ വാക്ക് BU. A tiny insect. Okay, Sanila, you are right. Very good. Okay, Gini, Jodi. Okay, Amelia, Sidik. Bug. ശരിയാണ്. Okay. Yes. അപ്പൊ ഇത് നിങ്ങള് വളരെ മനോഹരമായിട്ട് the happiest moment in your life പറഞ്ഞു. ഇനി വേറൊരു ദിവസം നമ്മൾ നോക്കും the
sorrowful moment in my life. ജീവിതത്തില് നമ്മളെ ദുഃഖിച്ച വിഷമിച്ച ഒരു ദിവസം ഉണ്ടാവില്ലേ? യെസ്. അപ്പൊ അത് നമുക്ക് വേറൊരു ദിവസം നോക്കാം. So we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir.